പറ്റും. അപ്പോൾ ഞാൻ സ്ട്രെല്ലല്ല സ്കെല്ലാണ്, നമ്മുടെ റൈഡർ സ്റ്റാലിയൻ റൈഡറാണ്. അപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് വെറുതെ ഇറങ്ങിയതാണ്, വീട്ടിൽ നിന്ന് വെറുതെ ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു ചെറിയ മോഹം മീൻ പിടിച്ചാലോ എന്ന്. അപ്പം നേരെ നമ്മൾ പൊന്നാനിക്കാണ് പോകുന്നത്. പൊന്നാനി പോയിട്ട് കുറച്ച് മീനൊക്കെ പൊരിച്ച് അടിപൊളിയാക്കാനാണ്. കുറച്ച് മീനൊക്കെ കിട്ടുമെന്നുള്ള ഒരു ജസ്റ്റ് ട്രൈലാട്ടോ. ഫസ്റ്റത്തെ ട്രൈ ആട്ടോ. ചൂണ്ടൽ മേടിച്ചിട്ടേ ഉള്ളൂ. ഫസ്റ്റത്തെ ട്രൈ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, നേരെ പോവാം. അപ്പോൾ നമ്മുടെ രാഹുൽ ഇപ്പോൾ ചൂണ്ടൽ സെറ്റാക്കാണ്. അവനേട്ടോ മീൻ പിടിക്കാൻ അറിയോ? നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ചെക്ക പുതിയ സംഭവമൊക്കെ മേടിച്ചപ്പോൾ ഫസ്റ്റ് ട്രൈ ആണ്. ബക്കറ്റൊക്കെ എടുത്തുണ്ടോ? കെട്ടിയാൽ മതി, ബക്കറ്റിലുള്ളത് കെട്ടിയാൽ മതി. പിടിച്ചു. ഞാൻ സാധാരണ ലോറിക്കാണ് കൊണ്ടുപോകാറ്, കാരണം ലോറിയിലൊക്കെ വിളിച്ചിട്ടേ കൊണ്ടുപോകാം. ബക്കറ്റിൽ ഒതുക്കാണ്. ഓ ആയിക്കോട്ടെ. ഫുള്ള് സെറ്റാണ്, ബാഗിലൊക്കെയാണ്. നമ്മൾ പൊന്നാനി കേട്ടോ, പൊന്നാനി ബീച്ചിൻ്റെ സൈഡാണ്. ഒരു മീനെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഒരു ബക്കറ്റൊക്കെ എടുത്തിട്ടോ വന്നിട്ടുണ്ടേ, അതാലോചിച്ചോ. വല്ലതും കൊത്തുണ്ടോ? ദാൻ്റെ മീൻ വരണം. അപ്പം ഞങ്ങൾ ഏകദേശം മൂഞ്ചിന്ന് ഉറപ്പായി. ഇവിടെ വന്ന ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല. നോക്കാം. ഞങ്ങൾ ആ ഒരു പ്ലേസാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്, അവിടെ നിന്ന് പിടിക്കാമെന്ന്. പക്ഷേ അങ്ങോട്ട് വണ്ടി പോവുക എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങോട്ട് വേറെ ഏതോ വേ കൂടെയാണ് വണ്ടി പോവുക. മീനെന്തെങ്ങനെ അവിടെ? ഇത് ഇത്ര ദൂരമൊക്കെ പോകണുണ്ടല്ലോ അല്ലേ, എന്നിട്ടും അവിടെ നിന്ന് കിട്ടണില്ലല്ലോ. അത് ശരിയാണ്. ചിലപ്പോൾ വലിയ മീനൊന്നും ഉണ്ടാവില്ല. നീ എന്താ വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നത്? എത്ര വലുതിനെ കിട്ടുള്ളൂ, ചെറുതിനെ കിട്ടില്ല, എത്ര വലുതിനെ കിട്ടുള്ളൂ? അത് നല്ല സമയം നമ്മൾ വന്ന്. നമുക്ക് അപ്പുറത്തേക്കൊന്ന് പോയി നോക്കിയാലോ? അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. ക്ഷമ. നമുക്ക് അവിടെ നിന്നൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ പ്ലേസ് മാറ്റി വെക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് വേറെ വല്ല സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ഇട്ട് നോക്കാം. ഇവിടെ ഇട്ട് നോക്കാം. പ്രശ്നം അറിയോ? എന്താ?
എന്താ വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് കേട്ടോ സൺസെറ്റ് കാണണം. ഞാനിവിടെ തിരുവനന്തപുരം കന്യാകുമാരി പോയിണു, സൺസെറ്റ് കാണാൻ പോയതാണ്, പക്ഷെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ സൺസെറ്റ് കാണുന്നത്. ഇന്നെന്തായാലും നല്ല ടൈം എടുക്കും, കാരണം ഇവൻ്റെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് ഒരു മീൻ കിട്ടുമ്പോഴേക്കും കുറേ ടൈം എടുക്കും. അപ്പോൾ എന്തായാലും സൺസെറ്റും കഴിഞ്ഞ് രാത്രിയായിട്ട് ഇവിടുന്ന് പോക്കുണ്ടാവുള്ളൂ. ഒരു മീനും സഹകരിക്കുന്നില്ല, അതാ പ്രശ്നം. ഇവിടെ ബ്ലോഗ് ചെയ്യട്ടോ, സ്റ്റാലിയൻ റൈഡറും സ്കെല്ലും രണ്ടുപേർക്കും ചാനലുള്ളതുകൊണ്ട് ആകെ സീനാണ്. എനിക്കും ബ്ലോഗ് ചെയ്യണം, അവനും ബ്ലോഗ് ചെയ്യണം. നടക്കേ എന്താ ഷൂട്ട് തന്നെ സംഭവം രക്ഷയില്ല കേട്ടോ, പ്ലേസ് രക്ഷയില്ല. പക്ഷെ എന്താ വെച്ചാൽ എനിക്ക് കണ്ണ് കാണാമല്ല നേരെ. ഓക്കെ ഗൈസ്, അപ്പോൾ സംഭവം കുളത്തിയിട്ടുണ്ട് കേട്ടോ, എന്തോ ഒന്ന് കുളത്തിയിട്ടുണ്ട്. വന്നാൽ അറിയാം അത് മീനാണോ വേറെ വല്ലതും ആണോ എന്ന്. ഇത് അവൻ്റെ ബ്ലോഗ് ചെയ്യാണ്. അപ്പോൾ സംഭവം എന്തോ കുളത്തിണോ, നമുക്ക് നോക്കി നോക്കാം എന്താ സംഭവം എന്ന്. വലിച്ചെടുക്കടാ അങ്ങട്, ചെറിയ മീൻ തന്നെ ആവണേ. എൻ്റെ മോനെ അപ്പോൾ സമയം 6 മണി. നമ്മളിവിടെ വന്നിട്ട് 2:30-ക്കാണ് അവിടുന്ന് ഇറങ്ങിയത്. 2:30-ക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു 4:45 എത്തി. 4:45-ന് ചൂണ്ടലിടാൻ തുടങ്ങിയതാണ്. അപ്പോൾ 6 മണിയായി. ഇപ്പോൾ ഒന്ന് കുളത്തിയിരുന്നു, പക്ഷെ സാധനം കിട്ടിയില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാം. എന്തായാലും ഇതുവരെ വന്നിട്ട് നമ്മൾ 10-60 കിലോമീറ്റർ വന്നു, എന്നിട്ട് ഒന്നിനെയും കൂടിയും കിട്ടാതെ പോവാ പറഞ്ഞു. അപ്പോൾ സ്റ്റാലിയൻ റൈഡർ നല്ലപോലെ നോക്കുന്നുണ്ട്, രാവിലെ നല്ലപോലെ നോക്കുന്നുണ്ട്, കിട്ടും തന്നെയാണ് പ്രതീക്ഷ. തട്ടിയുടെ പക്ഷെ പ്ലേസ് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. അടിപൊളി പ്ലേസ് പറഞ്ഞാൽ അടിപൊളി പ്ലേസ്. പ്ലേസ് അടിപൊളിയാണ്, മീൻ കിട്ടാത്തത് നമ്മളെ ഒറ്റ എന്തോ അറിയില്ല. നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും തന്നെയാണ്. അതാണ്. അപ്പം എൻ്റെ കുഴപ്പമാണ്, എൻ്റെ കുഴപ്പമല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ബുള്ളറ്റ് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ബ്ലോഗ് വഴിയേ വരും. അത്യാവശ്യം കസ്റ്റമൈസേഷൻ മോഡിഫിക്കേഷൻ നിർത്തിയിട്ടൊരു ബുള്ളറ്റ് ഇറക്കുന്നുണ്ട്. ഞങ്ങൾ ലഡാക്ക് ട്രിപ്പാണ് ഞങ്ങൾ രണ്ടാളും ഉദ്ദേശിക്കണേ, ഫുൾ ഓൺ. അപ്പോൾ അടുത്ത അതിൻ്റെ, അതായത് ഒരു 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു ബ്ലോഗ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കാണാം എങ്ങനെയുണ്ട് കസ്റ്റമൈസേഷൻ എന്നൊക്കെ പറയുക. എന്തായാലും നമ്മൾ ഇന്ന് പിടിച്ചിട്ടേ പോവുള്ളൂ, ഒന്നിനെ പിടിച്ചിട്ട് നമ്മൾ പോവും. ഒരെണ്ണം പിടിച്ചേ പോവും, അതാണ്. ഇളെ നമ്മൾ കാറൊക്കെ ആയിട്ടല്ലേ വന്നിട്ടുണ്ട്, പിന്നെ ഇപ്പം എന്താ പ്രശ്നം? അതാണ്, ഒരെണ്ണം കിട്ടിയതാണ്, നല്ലപോലെ കിട്ടിയതാണ്. അവൻ്റെ ഇത് മറ്റേ സ്റ്റിക്ക് വളഞ്ഞതാണ്, അത്ര ഇതിൽ വളഞ്ഞതാണ്. അപ്പോൾ അത്ര നല്ലൊരു മീനിനെ കൊത്തിയതാണ്, പക്ഷെ മിസ്സായി, നല്ല മിസ്സായി. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളങ്ങനെ വീട്ടിലിരുന്നിട്ട് ഒരു കാര്യം കേട്ടോ, ഞാനിപ്പോൾ ഞാൻ ഇവൻ്റെ കൂടെ ഇറങ്ങിയത് പറഞ്ഞാടാ, നമ്മൾ ഇങ്ങോട്ടാ പറഞ്ഞിട്ട് വന്ന് 10 കിലോമീറ്റർ അപ്പുറത്തേക്ക് വീട്ടിൽ 10 കിലോമീറ്റർ. ആ അവൻ്റെ വണ്ടിയുടെ മറ്റേ ഇത് എന്താ വൈസറിൻ്റെ ക്ലാമ്പ് മേടിക്കുക പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ചാടിയതാണ് ഞങ്ങൾ. എന്നിട്ട് ഇപ്പോൾ പൊന്നാനിയിലാണ് നിൽക്കുന്നത്, പൊന്നാനി ബീച്ചിലാണ്. അവൻ വീട്ടിൽ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ അറ്റ്ലീസ്റ്റ് 10 കിലോമീറ്റർ അപ്പുറത്തേക്കാണെന്നെങ്കിലും പറഞ്ഞു, അവൻ വീട്ടിലേ പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയാണ്. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യണം, അല്ലാതെ അതന്നെ ആൾക്കാരെ പേടിച്ച് നാട്ടുകാരെ പേടിച്ച്, അതാണ്. അതാണ്. അപ്പം ഞാൻ പെടും, നീ മുങ്ങി മരിച്ച ഞാൻ പെടും, എനിക്ക് നീന്താനും കൂടി അറിയില്ല. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യണം നാട്ടുകാർ. ഇപ്പോൾ അവനെ പറ്റിയിട്ട് തന്നെയാണെങ്കിൽ അവൻ്റെ വണ്ടി പുറത്തിറങ്ങിയ നാട്ടുകാർക്ക് ചൊറിയാണ്. അപ്പോൾ ബീസ്റ്റ് പറഞ്ഞിട്ട് അവനൊരു മഹീന്ദ്രയുടെ താറുണ്ട്, അത് അത്യാവശ്യം മഹീന്ദ്ര ഹിസ്റ്ററിയിൽ നല്ല പോപ്പുലറായിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അവൻ്റെ വണ്ടി ഇറങ്ങിയാൽ തന്നെ നാട്ടുകാർക്ക് ചൊറിച്ചിലാണ്. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും ഒരു പുത്തിരിയല്ല, ഞങ്ങൾ വണ്ടി ഇറക്കും. നാട്ടുകാർ വെറുപ്പിച്ച് നാട്ടുകാർ ഞങ്ങളെ പറ്റി സംസാരിക്കണം, നമുക്കതാ വേണ്ട, നമ്മളെ പറ്റി എല്ലാവരും സംസാരിക്കണം. പിന്നെന്താ പറയുക, വെറുതെ വീട്ടിലിരുന്നിട്ട് പഠിപ്പ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇന്ന് തന്നെ ഒന്ന് തട്ടിപ്പോയാൽ ഒക്കെ തീരും. മാക്സിമം കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എൻജോയ് ചെയ്യുക.
ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ പേര് പറഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു കോവിഡ് സീസണിലും അത്യാവശ്യം ടൂറിസ്റ്റുകളുണ്ട്. ഇവിടുത്തെക്കാരാണോ എന്നറിയില്ല, മാക്സിമം പുറത്തുനിന്നുള്ളവരാവും, എന്നാലും അത്യാവശ്യം പേരുണ്ട്. ഇവരൊക്കെ കുറച്ച് ഒരു 10-20 അരമണിക്കൂറത്തെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് അറിയാലോ നേച്ചർ ബ്യൂട്ടി പറഞ്ഞാൽ അതാണ്. പ്രത്യേകിച്ച് ബൈക്കർ അല്ലെങ്കിൽ ട്രാവലറിൻ്റെ ഏറ്റവും വലിയ ഒരു സമാധാനം, അതായത് ഏത് ടെൻഷനും ഏത് ഡിപ്രഷനും കിട്ടുന്ന സമാധാനം നാച്ചുറൽ തരുന്നൊരു ഇതാണ്, സമാധാനമാണ്. അല്ലാതെ അത് പഠിച്ചിട്ടൊരു ജോബ് ഇതാക്കുക എന്നിട്ട് കുടുംബം പോറ്റുക, അങ്ങനെ ഒരു ലെവലിൽ പോകാതിരിക്കുക. നമുക്ക് ജോബ് വേണം, ആ ജോബ് നമുക്ക് ജീവിക്കാനുള്ള ജോബേ ആവാൻ പറ്റൂ. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഇതേപോലെ ഒരു ഫിഷർമാൻ്റെ ജോലി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു ദിവസം കിട്ടും 10,000-2,000 രൂപ. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ഒരു നല്ല ഒരു കമ്പനിയിൽ ജോബിന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ചിലപ്പോൾ 500-400 രൂപയാവും. പക്ഷെ ഇവരുടെ ജോലി എന്താണെന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചമ്മലാവും, ഇത്ര താഴ്ന്ന ജോലിയാണെന്ന്. അതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഇതിൽ കാശല്ല മുഖ്യം. മീൻസ് ഒരു 19th സെഞ്ച്വറിയിലുള്ളൊക്കെ ഒരു ഇതാണ്. അതായത് കാശും വേണം, എന്നാൽ നല്ല പറയാനും നല്ല ജോലി വേണം, അങ്ങനെ ഒരു ഇതാണ്. അതൊക്കെ വിട്ട് കളഞ്ഞ് ജസ്റ്റ് ഉള്ള പൈസയ്ക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കുക, അത്രേ ഉള്ളൂ. നാട്ടുകാരെയും നോക്കണ്ട, ആരെയും നോക്കണ്ട. വീട്ടുകാരെ നോക്കണ്ടെന്നൊന്നും പറയില്ല, പക്ഷേ ആവശ്യത്തിന് വീട്ടുകാരെ നോക്കണം. ഇപ്പം എൻ്റെ വീട്ടുകാരനെ ഞാൻ പറയാലോ, എന്നോട് അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും എപ്പോൾ വിളിച്ചുകൊണ്ടാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഫോൺ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, പേടി കൊണ്ട് തന്നെ വിളിക്കണതൊക്കെ. പക്ഷെ ഇടയ്ക്കൊക്കെ നമുക്കൊരു സ്വാതന്ത്ര്യം വേണം, ഒരു ഫ്രീഡം. അതന്നെ, അത് നമ്മൾ തന്നെ കണ്ടെത്തണം. അപ്പോഴേ ലൈഫിനൊരു ലക്ഷ്യം ഉണ്ടാവുള്ളൂ. അല്ലാതെ വെറുതെ വീട്ടിൽ ചൊറിയും കുത്തിയിരുന്ന് പഠിപ്പ്, ജോലി, എൻട്രൻസ്, കോച്ചിങ്, ഇത് പോയി പറഞ്ഞാൽ ലൈഫ് തൊലഞ്ഞു പോയുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാം. നമുക്ക് എന്തായാലും മീൻ കിട്ടുമോ നോക്കാം. എന്തായാലും ഇരുട്ടായി തുടങ്ങി ഗൈസ്. അപ്പോൾ നമുക്കൊന്നും കിട്ടുകയൊന്നും ചെയ്തില്ല കേട്ടോ, വെറുതെ വന്നു. ഒരു കാര്യം പറയുകയാണെങ്കിൽ വെറുതെ വന്നു. ഞങ്ങൾ ബക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വന്നിരുന്നത്. ഞങ്ങൾ 7-8 മീനിനാണ് ഞങ്ങൾ ലെവൽ ചെയ്ത് വെച്ചിരുന്നത്, ഒന്നും എങ്ങനെ കിട്ടിയില്ല. അപ്പോൾ നമ്മളിനി നേരെ വീട്ടിലേക്ക് പോവാം. ഇവൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവൻ ഈ വീട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി കടയിൽ നിന്ന് മീൻ മേടിക്കാനാണ് അവൻ്റെ പ്ലാന്. അപ്പം ഞാൻ ഇനി ഒന്നുമില്ല, ഞാൻ ഇനി നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞു. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ബുള്ളറ്റിൻ്റെ, അതായത് ലഡാക്കിലേക്ക് പോകാൻ നമ്മളൊരു പ്ലാൻ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ബുള്ളറ്റിൻ്റെ മോഡിഫിക്കേഷനായിട്ട് അടുത്ത വ്ലോഗിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണാം. ഇഷ്ടപ്പെട്ടവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.